Watch full episodes on Jio Hotstar. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? യെസ് സർ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. കണ്ണു തുറന്ന് അപകടം ഒഴിവാക്കൂ. അതുകൊണ്ടോ ആ കാറിൽ നിന്നാണ് ആ കള്ളന്റെ ചിരി കേൾക്കുന്നത്. വരൂ പത്ലു, നമുക്ക് ആ കള്ളനെ പിടികിട്ടിയിരിക്കുന്നു. പിടിക്കപ്പെട്ടു. എനിക്ക് ഈ ഗ്രീൻ കാർ ഓടിക്കുന്നവൻ ആദ്യം തന്നെ സംശയം ഉണ്ടായിരുന്നു. അവൻ നമ്മളോട് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു, തിരിച്ചു പോകൂന്ന്, അപകടമാണെന്ന്. മോട്ടു, ഇനി ഇവൻ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ പാടില്ല. എന്തുപറ്റി? എന്താ നിന്ന് കളഞ്ഞത്? ഇതാരെയും ഹെൽപ്പ് ചെയ്യാനുള്ള സമയമല്ല. സാറേ, ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞതല്ലേ കള്ളൻ പിടിക്കപ്പെടുമെന്ന്. പരിശ്രമം ഒരിക്കലും തോൽക്കാറില്ലെന്ന്. ദേ കണ്ടില്ലേ കള്ളൻ.
ഇവന്റെ ഡിക്കിയിലുണ്ടായിരുന്നു അവന്റെ മാസ്ക്. ഞങ്ങൾ ഇയാളെ ഇൻസ്പെക്ടർ ചിങ്കത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കും. നിങ്ങൾ വിട്ടോ സാറേ, റേസ് ഫിനിഷ് ചെയ്യേ. ബാക്കിയുള്ള കാറുകൾ പിന്നാലെ വരുന്നുണ്ട്. ഇല്ല മോട്ടു, നിങ്ങൾ എന്റെ കൂടെ റേസ് ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ജയിച്ചാലും എനിക്ക് സന്തോഷമല്ലേ ഉണ്ടാവുക. സാറേ, ഞങ്ങൾ ഇവിടെ റേസ് ജയിക്കാൻ വേണ്ടി വന്നതല്ല. കള്ളനെ പിടിച്ചിട്ട് ഫുർഫുറി നഗറിന്റെ പേരും അഭിമാനവും തിരിച്ചു പിടിക്കാൻ വേണ്ടി വന്നതാ. ഞങ്ങളുടെ ജോലി കഴിഞ്ഞു സാറേ. റേസ് ജയിക്കാന്നുള്ളത് നിങ്ങളുടെ സ്വപ്നമല്ലേ? നിങ്ങൾ നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കുക പ്ലീസ് സാറേ. നിങ്ങൾ എന്താ ഈ കാണിക്കുന്നേ? എന്നെ വിട്, ഞാൻ തോറ്റുപോകും. കള്ളൻ ചേട്ടാ, ആദ്യം ഇത് പറ, ഗോൾഡൻ കാർ മോഷ്ടിച്ചോണ്ട് പോയിട്ട് എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നേന്ന്? എന്ത്? ഗോൾഡൻ കാർ മോഷണം പോയെന്നോ? എന്നിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കള്ളൻ ഞാനാണെന്ന്? എനിക്ക് ഗോൾഡൻ കാർ മോഷണം പോയ കാര്യം അറിയുപോലും ഇല്ല, അറിയാമോ? എന്ത് തെളിവാണ് നിങ്ങളുടെ കയ്യിലുള്ളത് ഞാൻ കള്ളനാണെന്നുള്ളതിന്? വരൂ, കാണിക്കാം തെളിവ്. തെളിവല്ലേ? ഇതാണ് തെളിവ്. ഈ മാസ്ക് ഇട്ടോണ്ടല്ലേ നീ ഞങ്ങളെയൊക്കെ പൊട്ടനാക്കിയത്? ഇത് എന്തൊക്കെയാ നിങ്ങൾ ഈ കാണിക്കുന്നത്? ആരാണ് ഇതൊക്കെ എന്റെ ഡിക്കിയിൽ കൊണ്ട് ഇട്ടത്? എന്ത്? ഇതൊന്നും നിങ്ങളുടെ അല്ലാന്നോ? അല്ല, ഒരിക്കലും അല്ല. നിങ്ങൾ കാരണം എനിക്ക് ഈ റേസ് ഇനി ജയിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഈ റേസിൽ പങ്കെടുക്കുന്നത്. ഒരു സമയമുണ്ടായിരുന്നു, ആളുകൾ പറയുമായിരുന്നു മാക്മോഹൻ റേസിൽ ഉണ്ടെങ്കിൽ മറ്റാർക്കും ജയിക്കാൻ പറ്റില്ല എന്നുള്ളത്. പിന്നെ എനിക്ക് ആക്സിഡന്റ് ഉണ്ടായതിനു ശേഷം ഒരുപാട് വർഷം ഞാൻ റേസിൽ പങ്കെടുക്കാതിരുന്നു. അതെ, ഒരു മിനിറ്റ്, എന്താ നിങ്ങൾ പറയുന്നത്? നിങ്ങൾ പറഞ്ഞു വരുന്നത് മാക്മോഹൻ നിങ്ങളാണെന്നാണോ? അതെ, ഞാനാണ്. പിന്നെ എനിക്കറിയാം നിങ്ങൾ മോട്ടു പത്ലു ആണെന്നുള്ളത്. ഏതോ ഒരു ഇൻസ്പെക്ടർ ചിങ്ങം നിങ്ങൾക്ക് ട്രെയിനിങ് തരാൻ വേണ്ടി അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു. പക്ഷെ ഞാൻ അതിനെ നിരസിക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് പലതവണയായി നിങ്ങളോട് ഞാൻ തിരിച്ചു പോകാൻ ആവശ്യപ്പെട്ടത്. മനസ്സിലായോ? അപ്പൊ നിങ്ങളാണ് മാക്മോഹൻ എങ്കിൽ മറ്റവൻ ആരാ? കുറച്ചു മുമ്പ് ഞങ്ങളോട് സംസാരിച്ചിട്ട് പോയവൻ. അവൻ എല്ലാ വർഷവും റേസിൽ പങ്കെടുക്കാൻ വരുന്നവനാണ്, പക്ഷെ ഇതുവരെ ജയിച്ചിട്ടേ ഇല്ല. അവന്റെ പേരാണ് ജയ് കിഷൻ, നിക് നെയിം ജാക്കി. എന്താ, എന്തു പറ്റി? ഇപ്പൊ മനസ്സിലായി, കള്ളൻ അവൻ തന്നെയാ. അവൻ നമ്മളെ ഇതുവരെ മണ്ടന്മാരാക്കുകയായിരുന്നു. അവൻ എങ്ങനെയോ മനസ്സിലാക്കിയിരുന്നു ചിങ്കൻ സാർ ഞങ്ങൾക്ക് ട്രെയിനിങ്ങിന് വേണ്ടി മാക്മോഹനെ കോണ്ടാക്ട് ചെയ്തെന്ന്. പക്ഷെ മാക്മോഹൻ അത് നിരസിച്ചു. അതുകൊണ്ടാണ് അവൻ സ്വയം മാക്മോഹൻ ചമഞ്ഞു വന്നത്. അതാവുമ്പോ ചിങ്കൻ സാർക്ക് നമുക്കും സംശയം തോന്നില്ലല്ലോ. അവൻ ഞങ്ങളുടെ ഇമോഷൻ വെച്ചാണ് തട്ടിക്കളിച്ചത്. വരൂ പത്ലു, അവനെ പിടിച്ച് നമുക്ക് ജയിലിൽ അടയ്ക്കാം. നിങ്ങൾക്ക് അയാളെ ഒരിക്കലും പിടിക്കാനാവില്ല. അയാൾ വളരെ മുന്നിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ശരിക്കുള്ള മാക്മോഹൻ സാറേ, നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാ മോട്ടു പത്ലുവിന്റെ ജോഡിക്ക് എന്തും ചെയ്യാൻ കഴിയുമെന്ന്. നിങ്ങൾ റേസിൽ മത്സരിച്ചോളൂ. നിങ്ങൾ തടഞ്ഞതിന് വെരി സോറി. ഞങ്ങൾ പോവാണ് അവനെ പിടിക്കാൻ. ബൈ ബൈ, ഓൾ ദി ബെസ്റ്റ്. ആ, 2 മണിക്കൂർ മാത്രമേ ഉള്ളൂ. വെറും 2 മണിക്കൂർ. ഓ,
അപ്പൊ നിങ്ങൾക്ക് എന്റെ സ്വയരൂപം മനസ്സിലായി. ഒരു കുഴപ്പവുമില്ല. 2 മണിക്കൂർ ഇനിയുമുണ്ടല്ലോ. വന്നോ, പിടിച്ചോ. മോട്ടു പാരച്യൂട്ട് ഓപ്പൺ ചെയ്യ്. മോട്ടു പാരച്യൂട്ട് ഓപ്പൺ ചെയ്യ്. സമയമായിട്ടില്ല. അവനും ഇതുവരെ പാരച്യൂട്ട് തുറന്നിട്ടില്ല. അവൻ തുറക്കാതിരിക്കുന്നത് വരെ ഞാനും തുറക്കില്ല പത്ലു. വെറും 1/2 മണിക്കൂർ മാത്രം ബാക്കി. കമാൺ. ചിങ്കം സാറേ, ഇതാണ് യഥാർത്ഥ കള്ളൻ, ഡ്യൂപ്ലിക്കേറ്റ് മാക് മോഹൻ. എന്റെ അമ്മോ, ഇതൊരു വലിയ ചതിയായല്ലോ. അവൻ ഫിനിഷിംഗ് ലൈൻ ടച്ച് ചെയ്യാൻ പാടില്ല. മോട്ടു പത്ലു,
36 മണിക്കൂർ കഴിയാനായിരിക്കുന്നു. റേസ് അവസാനിക്കാൻ വെറും 10 മിനിറ്റ് മാത്രം ബാക്കി. നിങ്ങളുടെ കൺവെട്ടത്ത് നിന്നും ഒരുപാട് ദൂരം പോകും. നിന്നെ പോലത്തെ ഒരു കുറ്റവാളിയെ പിടിക്കാൻ 10 മിനിറ്റ് തന്നെ ധാരാളമാണ്. മോട്ടു ഫിനിഷിംഗ് ലൈനിൽ ഇതേ എത്തിക്കഴിഞ്ഞു. വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യ്. കള്ളൻ ചേട്ടാ, കാർ മോഷ്ടിച്ച് ഞങ്ങളെ പറ്റിച്ചത് വലിയ തെറ്റ് തന്നെയാണ്. പക്ഷേ ഞങ്ങളുടെ എമോഷൻ വെച്ച് കളിച്ചില്ലേ, അത് ഞങ്ങൾക്ക് ഒരിക്കലും മറക്കുവാൻ പറ്റില്ല. നിന്നെ വെറുതെ വിടില്ലടാ. ഇന്നത്തോടെ നിന്റെ കളിയും തീരും, കഥയും കഴിയും. മോട്ടു വാ. നമുക്ക് നോക്കാം ആരുടെ കളിയാണ് അവസാനിക്കുന്നതെന്ന്, ആരുടെയാണ് തുടങ്ങുന്നതെന്നും. രക്ഷിക്കണേ, രക്ഷിക്കണേ. ശരിക്കുള്ള മാക്മോഹൻ സാറേ, ചെന്ന് റേസിൽ ജയിക്ക്. എന്നിട്ട് നിങ്ങളുടെ സ്വപ്നം സഫലമാക്കൂ. കള്ളൻ പിടിയിലായി കഴിഞ്ഞു, പിന്നെ ട്രോഫിയും തിരിച്ചു കിട്ടിയിരിക്കുന്നു. താങ്ക് യു മോട്ടു പത്ലു. Hey, the name is Chingam. Inspector Chingam. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് impossible. അറിയാമല്ലോ, impossible. കൂട്ടുകാരെ, ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ ഗോൾഡൻ കാർ ഫുർഫുറി നഗറിൽ നിന്നും മോഷണം പോയിരുന്നു. അപ്പോഴാണ് മോട്ടു പത്ലു എന്നോട് പറഞ്ഞത് അവർ 36 മണിക്കൂറിനുള്ളിൽ കള്ളനെ പിടിച്ചിരിക്കുമെന്ന്. അവരെന്താണോ പറഞ്ഞത് അത് ചെയ്ത് കാണിച്ചിരിക്കുന്നു. 3 cheers to മോട്ടു പത്ലു. ഈ കാർ റേസിൽ മിസ്റ്റർ മാക് മോഹനാണ് വിജയിച്ചിരിക്കുന്നത്. ഇപ്പോ ഞാൻ മോട്ടു പത്ലുവിനെ ക്ഷണിക്കുകയാണ്. അവരുടെ കൈകൊണ്ട് ഈ ട്രോഫി മാക് മോഹൻ സാറിന്റെ കയ്യിൽ കൊടുക്കാം. Watch India's largest kids library only on Jio Hotstar. Download the app now.